ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ വയലിൽ കുറേ കപ്പ നട്ടിട്ടുണ്ട്, ചീര നട്ടിട്ടുണ്ട്, പയറ് നട്ടിട്ടുണ്ട്, പിന്നെ കുറേ നേന്ത്രം നട്ടിട്ടുണ്ട്. പക്ഷേ നേന്ത്രം ഞങ്ങളെല്ലാം പണിക്കാരാണ്, ബാക്കിയെല്ലാം ഞങ്ങളാണ് നട്ടത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റും മഴയും ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ വന്ന് പറയുക, കപ്പ വീണ് കിടക്കുന്നേ, കൊല കൂടി വീണ് തകർന്ന് തരിപ്പണായി, നിങ്ങളെന്താ വന്ന് നോക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഒഴിവില്ലേ, ഞങ്ങൾ ഇന്നൊന്ന് പോവുക, എന്താണെന്നുള്ളത് അറിയണമല്ലേ ഞങ്ങൾക്ക്. അവിടെ പോയാൽ അറിയാം, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പോയി നോക്കട്ടെ. ഞാൻ ഭയങ്കര ആവേശത്തിൽ, എനിക്ക് കപ്പ ഉണ്ടല്ലോ മൂപ്പെത്തിയാൽ 25 കിലോ എന്ന് അതിൻ്റെ പരസ്യം തന്നെ. അങ്ങനത്തെ കപ്പയൊക്കെ നട്ടത്. പോയി നോക്കട്ടെ, കപ്പൊക്കെ വീണ് പോയി എന്നാണ് കേട്ടത്. എന്നാൽ വരി, ഞങ്ങൾക്ക് നിങ്ങൾക്ക് വയലും കാണിച്ചു തരാം, അവിടുത്തെ അവസ്ഥ എന്താ, സ്ഥിതിഗതികളൊക്കെ കാണിച്ചു തരാം. എന്നാൽ വരി. ഞാൻ വയൽ ഇതുവരെ കാണിച്ചില്ലായിരുന്നല്ലോ. തോട്ടത്തിലെ കൃഷികളും അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ച്. നോക്ക്, നെഞ്ചി പൊട്ടുന്ന അവസ്ഥ. ഇവിടെ ഒന്ന് നോക്കി നോക്കി, ഞങ്ങളെ വയനാടിൻ്റെ സ്ഥിതിയായി ഇത്. ഒരു കാറ്റിങ്ങോട്ട് വന്നപ്പോൾ പണിയെടുത്തെടുത്തെടുത്തെടുത്ത് കഴിയാനായി, കൊല വന്ന് മൂക്കാനായ സമയത്ത്, മൂത്തിയില്ല, കൊല വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ കൊല വന്നിട്ടേ ഉള്ളൂ. ഈ സമയത്താണ് കാറ്റ് കൊണ്ടുപോയി ഞങ്ങളെല്ലാ കൃഷികളും. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കർഷകരാണ് നെഞ്ചി പൊട്ടും. അല്ലാത്തവർക്ക് ഇത് എന്തെന്നുണ്ടാവും. ഇത് നോക്കി, എത്ര പണം മുടക്കിയതാ, ഒറ്റ കാറ്റാ. ഇങ്ങനെയാണ് കൃഷിക്കാരെ സ്ഥിതി. ഞങ്ങളെ വയനാട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങൾ മൊത്തം കൃഷിക്കാരാണല്ലോ. ഈ വയലിൽ വന്നത്, വയലിലാകുമ്പോൾ വേറെ മരങ്ങളൊന്നും താങ്ങി നിർത്താനില്ലല്ലോ. കാറ്റ് വന്ന് മൊത്തം അങ്ങോട്ട് വീഴ്ത്തി. ഇതാ ഇപ്പം പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് വന്ന് നോക്കിയതാ വയലിലേക്ക്. ഇപ്പോൾ നോക്കുമ്പോൾ കപ്പ നട്ടത് കപ്പ വീണ് കിടക്കുന്നുണ്ട്. കപ്പയൊക്കെ ഇനിയും മാസങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ, നമുക്കുള്ളത് അങ്ങ് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ കൃഷി എന്ന് പറഞ്ഞാൽ. ചിലപ്പം കിട്ടും, ചിലപ്പം നന്നാവും, ചിലപ്പം നന്നാവില്ല. അങ്ങനെ ഞങ്ങളെ അവസ്ഥ. നോക്ക്, അങ്ങോളം നോക്കി നോക്കി, എന്തൊരു സങ്കടം. വിജയം മാത്രം ഞങ്ങളെ കാണിച്ചാൽ പറ്റില്ലല്ലോ, ഞങ്ങൾക്കുണ്ടായ പരാജയങ്ങളെ കാണിക്കണമല്ലോ. കൂത്തിയ സൂചി പോയി, മൊത്തം വീണ് പോയി, പൊട്ടി വീണ് പോയി. കയറൊന്നും ബാധിച്ചില്ല കേട്ടോ, കയറ് കെട്ടിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഒക്കെ വീണുപോയി. ഇതിനൊന്ന് നഷ്ടമൊന്ന് ആലോചിച്ച് നോക്കി എത്രയാണെന്നുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ പരാജയം കാണിച്ചു തരിക. പയറ് പറിക്കുക, പയറ് കുറേ മൂത്തുപോയി, വയലിലേക്ക് അങ്ങനെ വരൂലല്ലോ. ഇപ്പം ഇങ്ങനെയുള്ള ഇത് പറഞ്ഞ് കേട്ടപ്പോൾ ഒന്ന് വന്നതാ. ബോധം കെട്ട് വീഴുന്നോലാണെങ്കിൽ ബോധം കെട്ടു പോകും കേട്ടോ. ആ അസുഖമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ നാശനഷ്ടങ്ങളൊക്കെ കാണുമ്പോഴേ ഞാൻ വിചാരിച്ചില്ല, ഇനി ഇതൊക്കെ അങ്ങ് പറിച്ച് കൊണ്ടോട്ടെ എന്നുള്ളത്. മൂത്താലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് മമ്പയറൊക്കെ വെക്കൂലേ, അങ്ങനെ വെക്കാലോ. ഇതൊന്നും എന്നെ പരാജയമല്ല. പരാജയപ്പെട്ടു പോയത്, ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത് വാഴ, പിന്നെയാണ് കപ്പ. കപ്പ കുറച്ചേ മൂപ്പ് എത്തിയുള്ളൂ, എന്നാലും വിളവെടുത്ത് കാണിച്ചു തരാം. ഒക്കെ മൂത്ത്. ഈ വാഴൻ്റെയും കപ്പൻ്റെയും ഇടയിലൊക്കെ വയലാണല്ലോ, കാപ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ വയനാടാണല്ലോ, കാപ്പിയാണല്ലോ മെയിന്. ഇതാ നോക്ക്, കാപ്പി പൂവിടാൻ തുടങ്ങി. അധികം കൊല്ലൊന്നും ആയില്ല, 2 കൊല്ലം ആയുള്ളൂ. ഈ മണ്ണിൻ്റെ ഒരു ഗുണം കൊണ്ടേ, വയനാടിൻ്റെ കാലാവസ്ഥ, മണ്ണിൻ്റെ ഗുണം ഒക്കെ കൂടി എല്ലാം. അങ്ങോട്ട് നോക്കി, അടിപൊളി. അടുത്തോലെ ഉറപ്പിക്കാം ഇൻഷാ അല്ലാ. ഇതാ ഇതിവലുണ്ട്, പൂവുണ്ടായി, കായ് ഇതാ വരുന്നേ, ഇതിൽ കായ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പിന്നെ നഴ്സറി പോയിട്ട് പൈസ കൊടുത്ത് തൈ വാങ്ങി പിടിപ്പിച്ചതാ. നല്ല ഇനം തൈ നോക്കി വാങ്ങിയിട്ട് പിടിപ്പിച്ച, അതിനുള്ള ഗുണമുണ്ട്. പക്ഷെ ഇത് പോയി, നേന്ത്രവാഴ പോയി, കപ്പ അടക്ക വീണ്ടെടുക്കുക. ഇനി അത് കപ്പ വിളവെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇതുവരെ പറിച്ചത് കുറ്റിപ്പയറാ. ഇതൊക്കെ നീളം പയർ. അങ്ങോട്ടാണെങ്കിൽ ഇതിങ്ങനെ വളക്കണം, പൊട്ടിപ്പോരാ. ഞാൻ താത്തട്ടെ. ഇതൊക്കെ വിത്തായിപ്പോയി, ഇതെല്ലാം വിത്തായിപ്പോയി, മൂപ്പെത്തിപ്പോയി, ഒക്കെ മൂപ്പ്. എന്നോട് ദേഷ്യം വരും കണ്ടാൽ, ഇവിടെ ഇങ്ങനെ എത്തിച്ചത് എന്തേന്നുള്ളത്. പിന്നെ വിത്തെടുക്കുക, അല്ലാതെ രക്ഷയില്ല. അടുത്തത് ചീര പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടില്ല, കുറ്റിയാണല്ലോ. അതുകൊണ്ട് ഈ വാഴയും പിന്നെ കപ്പയുമാണ് ഞങ്ങളെ കരയിപ്പിച്ച്. ഇത് വലിയ പ്രശ്നമല്ല.
നമുക്ക് നമുക്കുള്ളത് നമുക്ക് കിട്ടൂലേ, അങ്ങനെ അങ്ങ് സമാധാനിക്കുക ആലോചിച്ചിട്ട്. എനിക്ക് എന്ത് രസമാണെന്നറിയത്, നല്ല ചുവപ്പ് കളറിൽ. നമുക്ക് പ്രായമാവും തോറും ഭക്ഷണത്തിൽ ചീരവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തണോ, ദഹന സംബന്ധമായ എല്ലാം പമ്പ കിടക്കും. നോക്ക് എന്താ ചെറുത് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിലോ പ്രയാസം എന്താ അറിയോ, പൂവിടും. പൂവിട്ട് കഴിഞ്ഞാൽ മുരടിച്ചു. പൂവിട്ടാലാണ് വിത്ത് കിട്ടുക. അതിനൊക്കെ ഒരു സമയം കൊടുക്കും. ഇത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കും. അപ്പോൾ നിറയെ പൂവിട്ട് വിത്താവും. കുറേ വിത്തായി പോയിക്കിതാ അടക്കം ഉണ്ട്. ഈ ചീരയ്ക്ക് ചിലവർ പറയൂ ബീട്രൂട്ട് ചീരാന്ന്. നിങ്ങളൊക്കെ എന്താ അതിന് പറയാന്നുള്ളതെന്ന് പറയണേ. ഈ ചീരക്ക് എന്താ പറയാന്നുള്ളത്. മഴ കിട്ടിയല്ലോ ഇടയ്ക്ക്, അത് വല്ലാണ്ട് പൊട്ടി മുളച്ചത്. എന്താ ഇത്രയും ചീര മതി, എല്ലാം കൂടി വിളവെടുക്കുന്നില്ല. ഇനി വന്ന് വിളവെടുക്കാലോ. ഇനി കാണുന്നത് നിങ്ങൾ കപ്പയാ. ഈ കപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. സിലോൺ കപ്പ എന്ന് പറയും. ഒരു മരടിൽ നിന്ന് മൂപ്പെത്തിയാൽ വിളവെടുത്ത 25 കിലോ പോലും കിട്ടുമെന്ന് പറഞ്ഞ് നട്ടതാ. പക്ഷേ 1 കിലോ ഇതിപ്പോൾ വീണുപോയി, ഈ കാറ്റത്ത് വീണുപോയി. നമുക്ക് 25 കിലോ കിട്ടുമെന്നുള്ള അറിയണമെങ്കിൽ മൂപ്പെത്തി വലുതാവണ്ടേ. ഇനി കുറച്ചൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വീണ് നോക്ക്. ഇതാ അവിടെ അവിടെ പൊട്ടി വീണ്. അവിടെ പിന്നെ ഒരു കൊമ്പാട് രണ്ട് പിടിച്ച് നിൽക്കാതാ. 1 2 3 4. ഇത് സമയമായില്ല, നോക്കട്ടെ കേട്ടോ, വിളവെടുത്ത് നോക്കട്ടെ ഇതിൻ്റെ സ്ഥിതി എന്താ. ഓ ഇത് കൈക്കോട്ടാണോ, അല്ലാണ്ടാവൂല. വീണത് ഇങ്ങ് വെട്ടിയെടുക്കട്ടെ. ഇത് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഭയങ്കര വലിപ്പം. അതൊക്കെ കിഴങ്ങാവുമായിരുന്നു. ഇനി ഇളം പ്രായത്തിൽ തന്നെ വീണു പോയില്ലേ. ഇനി ഇവിടെ ഇനി നോക്കട്ടെ, ഇതങ്ങ് എടുത്താലോ. അതാ ഇതാ കേങ്ങണ്ടോ, ഇതാ ജോ അതാ മേലെ പോയിട്ടാട്ടോ. എന്താ പറഞ്ഞത് ശരിയാ. ഇതാ ഇവിടം വരെ പോയി. ഒന്ന് വെട്ടട്ടെ കത്തി. ഓ ഇനിയുണ്ടോ അടിയിൽ? നല്ല ഇതിന് പൊട്ട് വന്നു. ഇതാ ഇതിൽ വീണ് പോയിട്ടോ. അതിൽ പൊട്ട് വന്നിട്ട് കറുപ്പ് കളറ് വന്ന്. ഇനി നോക്കട്ടെ. ഇത് ഞങ്ങൾ എടുക്കതിന് കാര്യമല്ല, ഇത് വീണു പോയതാ. ഇതേടി ഇത് വീണങ്ങ് പോയി. എന്നാലും കത്തിയോണ്ട് ഞാൻ വിചാരിച്ച് സംഭവം അത് ഭയങ്കര നഷ്ടം തന്നെയാണ്. അടിയിലുള്ളതിന് കുറച്ചൊരു ഇതൊക്കെ പൊട്ടിപ്പോയി, നേരത്തെ പൊട്ടീനത്. ഇനിതാ അതൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഒക്കെ പോയതാ. ഒന്നും കൂടി മാന്തട്ടെ, ബാക്കിയുള്ള ആവശ്യം വരുമ്പോൾ അങ്ങനെ മാന്തിയെടുക്കാം. ഇനി വേറൊന്ന് ഇത് പൊട്ടിപ്പോയിന്. വീണവൻ തന്നെ പൊട്ടീന്. പിന്നെ എന്തിനു വെക്കുക അതൊക്കെ? ഇതാ പൊട്ടിയിട്ട് കണ്ടോ, ഇതാ പൊട്ടിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഓ നല്ല ഒന്നുണ്ട് കേട്ടോ, നല്ല ഒന്നുണ്ട്. ഇത് പൊട്ടിച്ചൂടാ, ഇത് പൊട്ടിക്കാൻ പറ്റൂല. പൊട്ടാണ്ട് എടുക്കട്ടെ. ഇത് അത്ര അങ്ങോട്ട് പോയില്ല. ഇത് തിന്നു പോയതാ. കുറച്ചൊക്കെ ഇനി ഇതങ്ങ് എടുക്കട്ടെ, ഇത് വെറുതെ വെക്കുക. ഇന്ന് വലിച്ചു വെക്കട്ടെ, ഊര പൊട്ടാണ്ടക്കണം. ഇതിൻ്റെ കൊമ്പ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അവിടെ തോട്ടത്ത് നടാൻ. നമുക്ക് ചാക്ക് കിട്ടട്ടെ.
നമ്മളെ കൺമുമ്പിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂ. ഇത് കുറച്ച് ദൂരെയാ വയൽ. എന്താ കഴിഞ്ഞ് ഇതൊക്കെ വണ്ണം വെക്കാൻ ഇനിയും ഉണ്ട് 3-4 മാസം. അതവിടെ ഒന്നുണ്ട്. അടുക്കെ ഇതൊന്ന് നോക്കട്ടെ. ഇതുണ്ട്. എന്താ എന്താ ഒക്കെ വണ്ണം വെച്ചാൽ എത്ര ഉണ്ടാവുകയും. എന്താ കഴിഞ്ഞ് നീ എൻ്റെ കമ്പെടുക്കട്ടെ. എത്ര മതി? ഇന്ന് ഇത്ര മതി. നീ നാളട്ടം വന്ന് പറിക്കുക. ഈ മണ്ണ് നോക്കി നിങ്ങൾ ഏടില്ലാത്ത മണ്ണാത്. അതാണ് വയനാടിൻ്റെ പ്രത്യേകത. അടിപൊളി മണ്ണാ. കണ്ടോ എന്തോ മണ്ണിൻ്റെ കളറ് നോക്ക്. ഇതൊക്കെ വണ്ണം വെച്ചാൽ ഒരു പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇതൊക്കെ പോയി ഇതൊന്നും കാണുന്നില്ല. 25 കിലോ കിട്ടുന്നാലും ശരിയാണ്. എത്തില്ല പ്രായം. എടുത്തത് അവിടെ എത്തിയത് 3-ാമത്തെ കപ്പൻ്റെതാ. ഇത് വലിച്ചു നോക്കട്ടെ. അമ്പാ പൊട്ടിപ്പോയി. എന്താ ഇതിന്ന് കിട്ടിയതാ. ഇതിലുണ്ട് കേട്ടോ. കുയിക്കട്ടെ. മതി. ഒരു 25 കിലോ കിട്ടേണ്ട കപ്പ ഞങ്ങൾക്ക് എവിടെ എത്തിയില്ല. സമയം പകുതി പോലും ആയില്ല. അന്നത്തിനേക്ക് വീണ് പോയില്ലേ. എന്നിട്ട് ഒരു 5 കിലോ പോലും കിട്ടിയില്ല. നോക്കിതാ എന്താ അതിൻ്റെ വണ്ണം അല്ലേ. ഇത് മൂപ്പത്തി ഒരു കറുപ്പ് കളറൊക്കെ വരാണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കാം ഈ ഭാഗം കൊണ്ട് ഈ നടാന്ന്. അത് ഞാൻ കമ്പം കൊണ്ടുപോകുന്നുണ്ട് പുരയിലേക്ക്. ഞാൻ വലിച്ചെടുക്കട്ടെ. ഇങ്ങനെ ഇതാ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു. ഇത്രയും കപ്പ കിട്ടി. ഇത്രയും കപ്പ 25-ന് പകരം 5 ഉണ്ടോ? അതാ ഇനിയുണ്ട്. താഴെ വീണെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി പുരേ പോവുക. ഇതായി കപ്പ ഒക്കെ ഒന്നിച്ചിടാലോ. കപ്പ പിന്നെ അതിലിടണ്ടല്ലേ. ഇതിൽ എത്ര ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയാം. തൂക്കി നോക്കണം. അത് കുറേ ഞങ്ങൾ മാന്തി കുറേ പറിച്ചു. ബാക്കിയുള്ള മണ്ണിൻ്റെ അടിയിലുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പറ്റ പൊട്ടിയത് ഇങ്ങോട്ട് പറിച്ചെടുത്ത്. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടാണ്ടിട്ട് ഇനി അപ്പുറം ഉണ്ട്. തന്നെ ഉണ്ട്. നല്ല വെയിറ്റാ. ഇനി ചീര ഇടട്ടെ. വിളവെടുത്താൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനൊരു പണിയാണ്. കത്തി തീ വെക്കട്ടെ. കത്തി പോവും. എവിടെ വെച്ച് നൂറുമല്ല ഉണ്ടാവുക. മൊത്തം ഇടട്ടെ. എണ്ണുന്നില്ല. സാധാരണ ഞങ്ങളെ എണ്ണിയെ കാണിക്കൽ. വിളവെടുക്കുമ്പോൾ കൂക്കലൊക്കെ ഉണ്ടേനു. ഇതിപ്പോൾ കൂക്കാനല്ല കരിയുന്നത്. അല്ല കൂക്കാനല്ല എനിക്ക് തോന്നുന്നത്. പൊട്ടിക്കരയാനാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഭയങ്കര പ്രതീക്ഷയെ നട്ടതിരുന്നു. ഒരു 25 കിലോനൊക്കെ ഇങ്ങനെ വിളവെടുക്കുന്നത് സ്വപ്നം കണ്ടിരുന്നു. അതെല്ലാം കാറ്റ് കൊണ്ടുപോയി എൻ്റെ സ്വപ്നം. എനിക്ക് വിളവെടുത്ത് കണ്ടാൽ മതി. എല്ലാം കൂടെ ഒരു 10 കിലോ 5 കിലോ ഉണ്ടോ? ഇനി പോട്ടെ ഇവിടെ ചെരിഞ്ഞ് നോക്കട്ടെ എത്ര ഉണ്ട് എന്നുള്ളത്. നമുക്ക് മുറ്റതാണ് കഴുക. എൻ്റെ അമ്മ ഒരു 50 കിലോ കിട്ടേണ്ട കപ്പ എനിക്ക് കിട്ടിയത് ഇതാ. പൊട്ടിക്കരഞ്ഞു പോകും കേട്ടോ. അതൊക്കെ കണ്ടാൽ പിന്നെ എന്താന്ന് പറഞ്ഞാൽ നമുക്കുള്ളതേ നമുക്ക് കിട്ടൂ. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമല്ല. എല്ലാം ഒരു വിധിയോ. ഇന്നലത്തെ കാറ്റ് അതൊക്കെ. ഇന്നലെ മെനയാത്തും കാറ്റ്. ഇത് കിട്ടി. ഇനി ചീരൻ്റെ പയറിൻ്റെ ഒന്നും പിന്നെ അത് ഇതിൽ പെടൂല കേട്ടോ. അത് ഞങ്ങൾ പോയപ്പം പറിച്ചീന്നേ ഉള്ളൂ. എന്താ നല്ല ചീര, അടിപൊളി ചീരയാ. അത് എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഇതും
പയറും എല്ലാം എടുത്തങ്ങ് പയർ കുറേ പറിക്കാണ്ട് സമയം തെറ്റിപ്പോയി. സമയം തെറ്റിയ കൊണ്ട് പയറൊക്കെ ഞാൻ മണി എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഉപ്പേരി വെക്കും, മമ്പയർ വെക്കും പോലെ. നോക്ക്, ഇതിപ്പോൾ ഒരു കൃഷിക്കാരൻ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളിത് പൊട്ടിക്കരയും കണ്ടാൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.